good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മധുരമുള്ള റെസിപ്പിയാണ് ട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന റവയും തേങ്ങയും ഒക്കെ ചേർന്ന നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ ഇതുപോലെയുള്ള ഒരു മധുരമുള്ള റെസിപ്പി റവ ഉപയോഗിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു റവ സ്വീറ്റ് സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ എള്ളും ജീരകവും. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ എള്ളുമാണ് എടുത്തിട്ടുള്ളത്. എള്ളിൻ്റെ അളവ് കൂട്ടാം, ജീരകത്തിൻ്റെ അളവ് കുറയ്ക്കാം. ജീരകത്തിൻ്റെ അളവ് ഇഷ്ടം അല്ല, ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ജീരകം 1/2 ടീസ്പൂൺ ചേർത്താലും മതി. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ബാക്കിയുള്ള അളവുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ ഒരു വലിയ പാനിൽ, ഞാനിത് റോസ്റ്റ് ചെയ്യാൻ പോകുന്ന പാനിൽ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാൻ പോകുന്നത്. പഞ്ചസാര മാത്രം നമ്മളിതിൽ മിക്സ് ചെയ്യില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ, ഇത് റോസ്റ്റഡ് റവയാണ്. റോസ്റ്റഡ് റവയും അൺറോസ്റ്റഡ് റവയും നമുക്ക് ചേർക്കാം. റോസ്റ്റഡ് റവയാണെങ്കിൽ നമ്മൾ വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കും. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത്, അതുപോലെ തന്നെ എള്ള്, ജീരകം, പിന്നെ 1 പിഞ്ച് ഉപ്പ്. ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ 1 പിഞ്ച് ഉപ്പ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ആ തേങ്ങയിലുള്ള തേങ്ങാപ്പാലൊക്കെ നമ്മുടെ റവയിലേക്ക് ചേർന്ന് റവയൊന്ന് കുതിർന്ന് വരണം. അതിന് ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ അവലോസ് പൊടിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ആ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് റവയിലേക്ക് മിക്സായി വരണം. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ റവയും തേങ്ങയും എല്ലാം ചേർന്ന മിക്സ് ഞാൻ എന്താ നന്നായിട്ട് കുഴച്ച് ഇതുപോലെ നന്നായിട്ട് അമർത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ റവയിലേക്ക് തേങ്ങയുടെ ആ ഒരു നനവൊക്കെ നന്നായിട്ട് പിടിച്ചു വരാനാണ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. അടച്ച് തന്നെ വെക്കുക കേട്ടോ, തുറന്ന് വയ്ക്കരുത്. അപ്പോൾ ഇത് ഡ്രൈ ആയിപ്പോവും. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ റവയും തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ റോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. നെയ്യ് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ ബർണറിലാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം, വലിയ ബർണറിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ അവലോസ് പൊടിയൊക്കെ വറുക്കുന്ന പോലെ തന്നെ. പക്ഷേ റവയുടെ കളർ മാറിപ്പോകുന്ന അത്രയും റോസ്റ്റ് ചെയ്യേണ്ട, ചെറിയ രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് സമയം റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെയും റവയുടെയും കളർ മാറിപ്പോവും. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നത് ഈ റോസ്റ്റ് ചെയ്യാനാണ്. ഇതൊന്ന് റോസ്റ്റായി വരട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ റവയും തേങ്ങയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 8 മിനിറ്റ് ആയി. ഇത്രയും മതി. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. വേറൊരു പാൻ വയ്ക്കാം നമുക്കിനി. ഞാൻ ഈ ഒരു പാനിൽ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പാകത്തിൽ മെൽറ്റ് ചെയ്തെടുക്കണം. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട. നമ്മൾ ഈ ഒരു വെള്ളം മെൽറ്റ് ചെയ്ത് വരുമ്പോൾ കയ്യിലെടുത്ത് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഒട്ടിത്തുടങ്ങണം, ആ ഒരു പാകം. അപ്പോൾ ഞാൻ ഇത് മെൽറ്റായി വരുമ്പോൾ ആ ഒരു പാകം കാണിച്ചു തരാം. അത്രയും സമയം ഇതൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇതാ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ കയ്യിൽ തൊട്ടിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഒട്ടി വരും. 1 സ്ട്രിങ് ആവില്ല, പക്ഷെ ഒട്ടാൻ തുടങ്ങും. ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റവയുടെ മിക്സ് ഉണ്ടല്ലോ, ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് തന്നെ മുഴുവൻ ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് ആ റവയ്ക്ക് നന്നായിട്ടൊരു നനവ് കിട്ടുന്ന രീതിയിൽ, റവ നന്നായിട്ട് കുതിർന്ന് വരുന്ന രീതിയിൽ കുറച്ചായിട്ട് ഒഴിച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. വല്ലാതെ കുഴഞ്ഞു പോരുത് കേട്ടോ റവ, ഒന്ന് സോഫ്റ്റ് ആവാനേ പാടുള്ളൂ. ഇതുപോലൊന്ന് നനവോടുകൂടി കിട്ടണം നമുക്ക്. ഇത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയി പോയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്നാക്ക് വല്ലാതെ ബലം കൂടിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ 1 സ്ട്രിങ് ആക്കരുതെന്ന് പറയുന്നത്. ഇത് ചൂടോടുകൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. റവയുടെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയി വരുന്ന രീതിയിൽ.
ഞാനിപ്പോൾ ഷുഗർ സിറപ്പ് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചൂടിൽ തന്നെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ, ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിൻ്റെ ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നെയ്യൊന്ന് തടവി വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിൻ്റെ അടിഭാഗത്തും നെയ്യൊന്ന് തടവി വയ്ക്കുക. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ മിക്സ് ചൂടോടുകൂടി തന്നെ നമുക്ക് എടുത്ത് ഒരു പ്ലേറ്റിൻ്റെ അരികിലേക്ക് നീക്കി വയ്ക്കാം. ഒരു പ്ലേറ്റിലാണ് നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ റവ നന്നായിട്ട് നനഞ്ഞ് സോഫ്റ്റ് ആയിട്ടുണ്ടാവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റവയുടെ ഏതെങ്കിലും ഭാഗത്ത് നനവെത്താതെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നനച്ചെടുക്കുക കേട്ടോ. ഷുഗർ സിറപ്പ് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ ഈ ഒരു അളവിന് കണക്കായിരിക്കും. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിൻ്റെ നെയ്യ് തടവിയ ഭാഗം അടിഭാഗത്ത് വരുന്ന രീതിയിൽ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര തിക്നെസ്സിൽ വേണം നമ്മുടെ സ്നാക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് മിക്സ് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരുപാട് തിക്കായിട്ടല്ല ചെയ്യുന്നത്, കുറച്ച് തിന്നായിട്ട്, ഒരുപാട് തിന്നായിട്ടല്ല കുറേ തിക്കായിട്ടല്ല, ഒരു മീഡിയം തിക്നെസ്സിൽ നമ്മുടെ റവയുടെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിൻ്റെ ഈ പ്രസ് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ബലത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് പൊക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ ഇതുപോലെ നമ്മുടെ സ്നാക്ക് റെഡിയായി കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ അടുത്തതും ചെയ്യുക. ഇനി നെയ്യ് തടവേണ്ട ആവശ്യമില്ല, ഫസ്റ്റിലെ മാത്രം നമ്മൾ നെയ്യ് തടവി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ തന്നെ കൈകൊണ്ട് എടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് സെറ്റായി വരാൻ ഒരു മണിക്കൂർ ടൈം എടുക്കും. അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ മാത്രം നമ്മൾ എടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി അല്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കട്ടെ, അതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റവ സ്വീറ്റ് സ്നാക്സ് ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. എല്ലാവരുടെയും വീട്ടിൽ റവയും തേങ്ങയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. അധികം സമയം എടുക്കില്ലല്ലോ. പിന്നെ ഇതൊന്ന് സെറ്റായി വരാൻ 1 മണിക്കൂർ സമയം എടുക്കുന്നുള്ളൂ. സെറ്റായി വന്നു കഴിയുമ്പോൾ എടുത്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ദിവസം ഉപയോഗിക്കാം കേട്ടോ. 2-3 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാം. ഞാൻ തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ടാണ് 2-3 ദിവസം എന്ന് ചുരുക്കി പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.